അങ്ങനെ ഒരു പഴയ ഞാൻ കേട്ടൊരു കഥ പറയാതെ എത്ര കണ്ട് ശരിയാണെന്നറിയില്ല. ഈ റഷ്യയില് ക്രൂഷ്ചേവിന്റെ കാലം വന്നപ്പോ ഒരു ദിവസം പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിൽ ക്രൂഷ്ചേവ് പറയുണ്ടായി, ഈ സ്റ്റാലിന്റെ കാലത്ത് വളരെ ഒരുപാട് ഭീകരമായ സംഭവങ്ങൾ നടന്നു, അത് എതിർക്കേണ്ടതായിരുന്നു, അത് യഥാർത്ഥത്തിലെ കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല എന്ന അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഒരു പാർട്ടി അംഗം പെട്ടെന്ന് ചോദിച്ചു, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പറയാതിരുന്നത് എന്ന്. അപ്പൊ ക്രൂഷ്ചേവ് പെട്ടെന്ന് ഒരു റിവോൾവർ വലിച്ചെടുത്ത് ചോദിച്ചു, ആരാണത് പറഞ്ഞത്? അപ്പൊ പെട്ടെന്ന് സമ്പൂർണ്ണ നിശബ്ദതയായി, ആരും ഒന്നും മിണ്ടിയില്ല. അപ്പൊ ക്രൂഷ്ചേവ് തിരിച്ച് തന്റെ റിവോൾവർ പോക്കറ്റിലിട്ട് പറഞ്ഞു, ഇതുകൊണ്ടാണ് ആരും പറയാതിരുന്നത് എന്ന്. അപ്പൊ അതുപോലെ കേരളത്തിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പിണറായി വിജയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആന്റി ഇൻകംബൻസി ഫാക്ടർ പിണറായി വിജയനാണ് എന്ന് കേരളത്തിലെ CPM-ലെ എല്ലാ മുതിർന്ന നേതാക്കൾക്കും എല്ലാ സഖ്യകക്ഷി നേതാക്കൾക്കും അറിയാമായിരുന്നു. കേരളത്തിലെ ഇന്ത്യയിലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അറിയാമായിരുന്നു. എല്ലാ ഉന്നത നേതൃത്വത്തിനും അറിയാമായിരുന്നു. പക്ഷെ ഇത് പിണറായി വിജയനോട് പറയാനുള്ള ധൈര്യം ഈ കൂട്ടത്തിൽ ഒറ്റ ആൾക്ക് പോലും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പിണറായി വിജയൻ താൻ സ്വയം സൃഷ്ടിച്ച ഒരു ഒരു എന്താ പറയുന്നത്, ഒരു മായാ ലോകത്ത് താനാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകനെന്നും താനാണ് ഏറ്റവും വലിയ പുള്ളിങ് ഫാക്ടർ എന്നും വിശ്വസിച്ച് ജീവിച്ചു. അതിന് ചുറ്റും നിന്ന ആൾക്കാർ അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും കൊടുത്തു. സത്യം വിളിച്ചു പറയാൻ, രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ CPM-ൽ ഒരാൾ പോലും ഉണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഏറ്റവും ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് രാജാവ് നഗ്നനാണ് എന്ന് അനുയായികൾ പറഞ്ഞു തുടങ്ങുന്നതാണ്. അവിടുന്നാണ് ഇനി CPM-ന്റെ തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 1998 അതെ അതെ. അപ്പം ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ണൂര് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഏകാധിപത്യ പ്രവണത അങ്ങേയറ്റം കാണിച്ചത് കൊണ്ടാണ് ഇത്രയും റെബലുകൾ അവിടെ ഉണ്ടായത്. നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആലപ്പുഴ ജില്ലയിൽ സുധാകരന്റെ സീറ്റ് വേണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ വളരെ ക്രൂരമായി അപമാനിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത്. ആ അപമാനം ഉണ്ടായിരുന്നില്ല എന്ന് നോക്കുക, ഒരുപക്ഷെ ആലപ്പുഴയിലെ ഫലം ഇത്ര ഭീകരമാവില്ലായിരുന്നു. ഒരുപക്ഷെ ആലപ്പുഴയും അമ്പലപ്പുഴയും കായംകുളവും ഒക്കെ ഒന്നിച്ച്, അല്ലെ അരൂരും ഒക്കെ ഒന്നിച്ച് വീഴുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ചിലപ്പോൾ രണ്ടെണ്ണത്തിനെങ്കിലും സേവ് ചെയ്യാൻ CPM-ന് കഴിയുമായിരുന്നു. ഇത് മനഃപൂർവ്വം അതിഭീകരമായിട്ടൊരു മനുഷ്യനെ, ആ പാർട്ടിയിൽ കഴിഞ്ഞ 75 വർഷം സേവനമനുഷ്ഠിച്ച ഒരാളിനെ മന്ത്രിയായിട്ടും പാർട്ടി സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉന്നത അധികാരത്തിലിരുന്ന ഒരാളിനെ അതിക്രൂരമായിട്ട് അതിനുശേഷം വന്ന തലമുറ അപമാനിച്ച് അദ്ദേഹത്തിനെ വീണ്ടും ഒരു മുറിവേറ്റ സിംഹമാക്കി മത്സരരംഗത്തിറക്കിയതിന്റെ ഫലമായിട്ടാണ് ആലപ്പുഴ സമ്പൂർണ്ണമായിട്ട്, അതായത് 2-3 സീറ്റുകൾ ഒഴിച്ചാൽ ചേർത്തലയും മാവേലിക്കരയും ചെങ്ങന്നൂരും ഒഴിച്ച് ബാക്കി ആലപ്പുഴ ജില്ല ഒലിച്ചു പോകുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുധാകരന്റെ സാന്നിധ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ സുധാകരന്റെ സാന്നിധ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയൻ മുതൽ MV ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതൃത്വം അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അപമാനിക്കാൻ മുന്നിട്ടിറങ്ങിയതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ വിഷയം ഉണ്ടായത്. അപ്പം CPM-ന്റെ അധികാര പ്രമത്തത എന്ന് പറയുന്നത് 3-4 വ്യക്തികളിലേക്ക് ചുരുങ്ങുകയും ഒരു കോക്കസിലേക്ക് മാത്രമായി മാറുകയും ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കോക്കസിന്റെ മാത്രം കൽപ്പനകളാവുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം CPM-ൽ രൂപപ്പെട്ടു. അതിനെ ചോദ്യം ചെയ്യാനോ ആ കോക്കസിനെ പൊളിച്ചു കളയാനോ CPM-ന് കഴിഞ്ഞില്ല. അത് 1-2 ദിവസം പ്രവർത്തനം കൊണ്ടല്ല. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് അകത്ത് കടന്നത് മുതൽ അന്ന് VS അച്യുതാനന്ദൻ ഗ്രൂപ്പിനെ ഓരോന്നോരോന്നായിട്ട് ചവിട്ടി ഒതുക്കി പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിലാക്കുന്ന ഒരു 16 വർഷത്തെ പ്രോസസ്സിനകത്താണ് ഇതെല്ലാം സംഭവിച്ചത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ എന്താ പറയുന്നത്, സ്വന്തമായി വലിയ ബിസിനസ്സുകൾ നടത്തുകയും വലിയ ഡീലുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ നമ്മുടെ പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന ഓട്ടോ ഡ്രൈവർ ഒരു വലിയ പ്രതീകമായിട്ട് കൊണ്ടാടപ്പെട്ടത്. അത്തരമുള്ള മനുഷ്യർ ആ പാർട്ടിയിൽ അസ്തമിച്ചു പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരമുള്ള മനുഷ്യർ ഇനിയും ബാക്കിയുണ്ട് എന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ആൾക്കാർ ഓമനക്കുട്ടനെ പറ്റി പറയുന്നത്. ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു LC സെക്രട്ടറിയെ പറ്റി, ഒരു ഓട്ടോറിക്ഷയ്ക്ക് പിരിവ് കൊടുക്കാൻ ഷെയർ വാങ്ങിച്ച ഒരു LC സെക്രട്ടറി ഒരു വലിയ പ്രതീകമായിട്ട് നിന്നത്. കാരണം അത്തരം പ്രതീകങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഈ കഴിഞ്ഞ 28 വർഷത്തിനിടയിൽ, 98 മുതൽ ഇന്ന് വരെയുള്ള 2026 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ ആ ഒരു വലിയ ഒരു കാലഘട്ടം, അപജയത്തിന്റെ ഒരു വലിയ 28 വർഷങ്ങളുണ്ട്. ഇതിനകത്ത് 2 തവണ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ മഹാനാണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു CPM-ന്റെ അപജയം, കാരണം ഞാൻ ഈ CPM-നെ പറ്റി പറയുന്ന ചില ആൾക്കാർ പറയുന്നില്ല, നിങ്ങളാരും CPM-നെ കുറിച്ച് ഓർത്ത് വേദനിക്കേണ്ട, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്നാണ് അവരുടെ ഒരു പൊതു പ്രത്യേകത.
പൊതുവായിട്ട് അവർ പറയുന്നത്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ക്രമത്തിൽ CPM ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. CPM അതിന്റെ ധാർമ്മികതയുടെയും അതിന്റെ എന്താ പറയുന്നത് ഒരു സാമൂഹ്യ രീതിയുടെയും കാവൽക്കാരനായിട്ട് നിൽക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ഇടതുപക്ഷക്കാരാണ്. കേരളത്തിലെ എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്ന ഇടതുപക്ഷക്കാരാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് CPM ആണ്. ആ CPM-ന്റെ അപജയം എന്ന് പറയുന്നത് CPM-ന്റെ മാത്രം അപജയമല്ല, കേരളീയ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള അപജയമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.